നമഃശിവായ. ഫെബ്രുവരി 26 ബുധനാഴ്ച ഈ വർഷത്തെ മഹാശിവരാത്രി ആഘോഷിക്കുകയാണ് നമ്മളെല്ലാവരും. ശിവപാർവതിമാരെ ഒരുമിച്ച് ആരാധിക്കുന്ന ചുരുക്കം ചില ആഘോഷങ്ങളിലൊന്നാണ് മഹാശിവരാത്രി. കുംഭമാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ 13-ാം രാത്രിയും 14 പകലുമായിട്ടാണ് ശിവരാത്രി ആഘോഷിക്കുന്നത്. ശിവഭക്തന്മാർക്കൊക്കെ വളരെ പ്രധാനപ്പെട്ട ആഘോഷങ്ങളിൽ ഒന്നാണ് ശിവരാത്രി. ശിവരാത്രിയും മഹാശിവരാത്രിയും തമ്മിൽ വ്യത്യാസമുണ്ട്. പലപ്പോഴും നമ്മൾ കരുതുന്നത് ശിവരാത്രി തന്നെയാണ് മഹാശിവരാത്രി പറയുന്നു. ചിലർ പറയും മഹാദേവൻ്റെ രാത്രി ആയതുകൊണ്ട് അതിനെ മഹാശിവരാത്രി എന്ന് സംബോധന ചെയ്യുന്നു. അങ്ങനെയൊക്കെ വിശ്വസിക്കുന്നവരുണ്ട്. എന്നാൽ ശിവരാത്രിയും മഹാശിവരാത്രിയും രണ്ടാണ്. ശിവരാത്രി എല്ലാ മാസവും വരുന്നുണ്ട്. എന്നാൽ മഹാശിവരാത്രി എന്ന് പറഞ്ഞാൽ 12 ശിവരാത്രികളിൽ ഫെബ്രുവരിക്കും മാർച്ചിനും ഇടയിൽ വരുന്ന സവിശേഷമായ ശിവരാത്രിയാണ് മഹാശിവരാത്രി എന്നറിയപ്പെടുന്നത്. മഹാ എന്നാൽ ഏറ്റവും പ്രാധാന്യമുള്ളതെന്നാണ് അർത്ഥം. അപ്പോൾ മഹാശിവരാത്രി എന്ന് പറഞ്ഞാൽ ഏറ്റവും സവിശേഷമായ ഈ 12 ശിവരാത്രികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നാണ് അർത്ഥമാക്കുന്നത്. മഹാശിവരാത്രിയുമായി ബന്ധപ്പെടുത്തി ഒരുപാട് ഐതിഹ്യങ്ങൾ പറയപ്പെടുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പാലാഴി മഥനവേളയിൽ വാസുകി അസ്വാരസ്യം വന്ന് ഛർദ്ദിക്കുകയും കാളകൂടം എന്ന ഉഗ്രവിഷം പുറത്തു വരികയും ചെയ്തു. ലോകനാശകരമായ ഈ വിഷം പരമശിവൻ പാനം ചെയ്തു. വിഷം അകത്തു പോകാതിരിക്കാൻ പാർവതീദേവി ശിവന്റെ കഴുത്തിലും വിഷം പുറത്തേക്ക് പോകാതിരിക്കാൻ മഹാവിഷ്ണു വായയും അടച്ചു പിടിച്ചു. മറ്റു ദേവന്മാർ പരമശിവന് വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ വിഷം പരമശിവന്റെ കണ്ഠത്തിൽ അടിഞ്ഞുകൂടി നീല നിറമായി. അങ്ങനെയാണ് ഭഗവാന് നീലകണ്ഠൻ എന്ന പേര് ലഭിച്ചതെന്നും പറയപ്പെടുന്നുണ്ട്. ഈ ഒരു ദിവസം പരമശിവന് വേണ്ടി പാർവതീദേവി ഉറക്കമിളച്ചും ഭക്ഷണമില്ലാതെയും ഒക്കെ പ്രാർത്ഥിച്ച ദിവസമായാണ് കരുതപ്പെടുന്നത്. അതുകൊണ്ടാണ് ശിവരാത്രി ദിവസത്തിൽ വ്രതം നോക്കി എല്ലാവരും ശിവരാത്രി അനുഷ്ഠിക്കുന്നത്. തിങ്കളാഴ്ച വ്രതം നോക്കുന്നത് പോലെ തന്നെ ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിനും ആയുസ്സിനും കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനും ഒക്കെ വേണ്ടിയിട്ട് സ്ത്രീകൾ മഹാശിവരാത്രി വ്രതം എടുക്കുകയും അനുഷ്ഠിക്കുകയും അതുപോലെ തന്നെ പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ പിന്നിലുള്ള ഐതിഹ്യവും ഇതുതന്നെയാണെന്നാണ് പറയപ്പെടുന്നത്. ചില സാഹിത്യങ്ങൾ അനുസരിച്ച് മഹാശിവരാത്രി ദിവസമാണ് ശിവൻ തൻ്റെ സ്വർഗീയ നൃത്തമായ താണ്ഡവ നൃത്തം നടത്തുന്നതെന്നും പറയപ്പെടുന്നുണ്ട്. മറ്റു ചില ഐതിഹ്യങ്ങൾ മഹാശിവരാത്രിയെ ശിവനും പാർവതീദേവിയും വിവാഹിതരായ ദിവസമായെന്നും പരാമർശിക്കുന്നു. അങ്ങനെ ഒരുപാട് ഐതിഹ്യങ്ങൾ നിറഞ്ഞതാണ് ഈ പുണ്യമായ മഹാശിവരാത്രി. ശിവപ്രീതിക്കായി അനുഷ്ഠിക്കുന്ന 8 വ്രതങ്ങളിൽ ഒന്നാണ് ശിവരാത്രി വ്രതം. മഹാവ്രതം അറിയപ്പെടുന്ന ഈ അനുഷ്ഠാനം വർഷത്തിലൊരിക്കൽ മാത്രമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സകല പാപങ്ങളെയും ഇല്ലാതാക്കുന്ന ശിവരാത്രി വ്രതത്തിലൂടെ കുടുംബത്തിൽ ഐശ്വര്യവും അഭിവൃദ്ധിയും വരുമെന്നാണ് വിശ്വാസം. ഭക്തിയോടുകൂടി നമ്മൾ വ്രതം അനുഷ്ഠിച്ചാൽ നമുക്കും ജീവിത പങ്കാളിക്കും ദീർഘായുസ് ഉണ്ടാവാൻ ഉത്തമമാണെന്ന് പറയപ്പെടുന്നു. ദമ്പതികൾ ഒന്നിച്ച് വ്രതം നോക്കുന്നത് അത്യുത്തമമാണ്. പക്ഷേ എല്ലാവർക്കും അത് എപ്പോഴും പറ്റിയെന്ന് വരില്ല. ഇനിയും എങ്ങനെയാണ് വ്രതം അനുഷ്ഠിക്കേണ്ടത്? തലേന്ന് ഒരിക്കലോടെ വ്രതം നമുക്ക് ആരംഭിക്കാം. തലേ ദിവസം വൈകുന്നേരം അരിയാഹാരം പാടില്ല. ഫ്രൂട്ട്സോ അല്ലെങ്കിൽ പാലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാം. ശിവരാത്രി നാളിൽ അതിരാവിലെ ഉണർന്നിട്ട് ശരീരശുദ്ധി വരുത്തി ഭസ്മധാരണം നടത്തിയിട്ട് ശിവക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നത് അത്യുത്തമമാണ്. ശിവരാത്രി ദിവസത്തിൽ നമുക്ക് കൂവളത്ത് ഇല കൊണ്ടുള്ള മാലകൾ ഭഗവാന് സമർപ്പിക്കുന്നതും നല്ലതാണ്. ശിവരാത്രി ദിവസം പൂർണ്ണ ഉപവാസമാണ് അനുഷ്ഠിക്കേണ്ടത്. അതിന് സാധിക്കാത്തവർ ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന നേദ്യമോ അല്ലെങ്കിൽ കരിക്കൻ വെള്ളമോ പഴങ്ങളോ കഴിക്കാം.
രാത്രി മുഴുവൻ ഉറക്ക വിളച്ച് വേണം ശിവരാത്രി വ്രതം അനുഷ്ഠിക്കാൻ. പിറ്റേന്ന് കുളിച്ച് ക്ഷേത്രത്തിലെ തീർത്ഥം സേവിച്ചാണ് നമുക്ക് വ്രതം അവസാനിപ്പിക്കേണ്ടത്. എല്ലാ ക്ഷേത്രങ്ങളിലും ഇപ്പോൾ ശിവരാത്രി ദിവസമായിട്ട് രാത്രികളിൽ നാമജപങ്ങളും ഒക്കെ ഉണ്ടാവും. അതിലൊക്കെ പങ്കെടുത്ത് അങ്ങനെ അനുഷ്ഠിച്ചു പോകുന്നവരും ധാരാളം പേരുണ്ട്. മഹാശിവരാത്രി ദിനത്തിൽ സമർപ്പിക്കേണ്ട ചില വഴിപാടുകളൊക്കെയുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഞാൻ പറഞ്ഞതുപോലെ കൂവളത്തിലെ സമർപ്പണമാണ്. കൂവളത്ത് കൊണ്ട് മാലയുണ്ടാക്കി അത് സമർപ്പിക്കാം. ശിവരാത്രി ദിവസം അന്നേ ദിവസം കൂവളത്തിൽ നിന്ന് ഇല പറിക്കരുത്. തലേ ദിവസം പറിച്ച് വെച്ച് വെള്ളം തളിച്ച ശേഷം വേണം നമുക്ക് ഭഗവാന് സമർപ്പിക്കുന്നത്. അതുപോലെ തന്നെ ശിവപ്രീതിക്കായിട്ട് പിൻവിളക്ക്, ജലധാര എന്നിവയും സമർപ്പിക്കാവുന്നതാണ്. ആയുർദോഷമുള്ളവർക്ക് അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നമുള്ളവർക്ക് മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി കഴിക്കാം. ദാമ്പത്യ ദുരിത ദോഷങ്ങളൊക്കെ അനുഭവിക്കുന്നവർക്ക് ഉമാമഹേശ്വര പൂജയോ അല്ലെങ്കിൽ സ്വയംവര പുഷ്പാഞ്ജലിയോ ഒക്കെ സമർപ്പിക്കുന്നത് അന്നത്തെ ദിവസം ഏറ്റവും നന്നായിരിക്കും എന്ന് പറയപ്പെടുന്നു. भोले नमः शिवाय। ओम नमः शिवाय, ओम नमः शिवाय।